അടുത്തത് ബർത്ത് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ്. നമ്മൾ പറഞ്ഞു ഗ്രീൻ കെമിസ്ട്രി ഒരുപാട് ഇമ്പാക്ട്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ചുകളും ഏറ്റവും കൂടുതൽ സിന്തസിസും ഒക്കെ നടക്കുന്നത് ഗ്രീൻ കെമിസ്ട്രിയിലാണ്. സോ ഗ്രീൻ കെമിസ്ട്രി പൊല്യൂഷൻ കുറയ്ക്കുന്ന പ്രിവെൻഷൻ ആണ് അവിടെ എന്താണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്, പ്രിവെൻഷൻ, വേസ്റ്റ് ഉണ്ടാകാതെ നോക്കുക. ആ ഒരു മെത്തഡോളജിയാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്നത്. ഈ ഗ്രീൻ കെമിസ്ട്രി എന്ന ഐഡിയ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് 1990s. ഇവിടെ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് വഴിയാണ് നമുക്ക് അതിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ഈ ഐഡിയ ഓഫ് ഗ്രീൻ കെമിസ്ട്രി വന്നത്. The Environmental Protection Agency EPA played a significant early role in fostering green chemistry through its pollution prevention programs, funding and professional coordination. ഇനി 1991 പോൾ ഡി അനാസ്റ്റസ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന ടേം കോയിൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഹു കോയിൻഡ് ടേം ഗ്രീൻ കെമിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 ആരാണ്? പോൾ ഡി അനാസ്റ്റസ് ആണ് ടേം കോയിൻ ചെയ്തത്. In 1998, the 12 principles of green chemistry were published by അനാസ്റ്റസ്. അപ്പോൾ ഓർത്തിരിക്കുക, 12 പ്രിൻസിപ്പിൾ ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാലും അത് ആരാണ്? നമ്മുടെ പോൾ ഡി അനാസ്റ്റസും ജോൺ വെർണറും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ 12 പ്രിൻസിപ്പിൾസ് എന്താണ് പബ്ലിഷ് ചെയ്തത്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ 12 പ്രിൻസിപ്പിൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ ആണ്. നല്ല ശ്രദ്ധയോട് കൂടി കേൾക്കുക. ഓക്കെ, സോ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ കെമിസ്ട്രി ഈസ് ദി ഡിസൈൻ ഓഫ് കെമിക്കൽ പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ജനറേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. ഹസാർഡസ് സബ്സ്റ്റൻസിനെ ഉണ്ടാകാതിരിക്കാൻ, അതായത് പ്രിവെൻഷനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള എന്താണ് സിന്തറ്റിക് ഡിസൈൻസ്, ഓക്കെ, കെമിക്കൽ ഡിസൈൻസും പ്രോഡക്ട്സും ഒക്കെ കൊണ്ടുവന്നതാണ് എന്ത്? ഗ്രീൻ കെമിസ്ട്രി വഴി. ഓക്കെ, സോ ഗ്രീൻ കെമിസ്ട്രി ഇസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് റെഡ്യൂസസ് ഓർ എലിമിനേറ്റ് ദി യൂസ് ഓർ ജനറേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസസ് ഇൻ ദി ഡിസൈൻ, മാനുഫാക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പ്രോഡക്ട്സ്. കെമിക്കൽ പ്രോഡക്ട്സിന്റെ ഡിസൈനിലും മാനുഫാക്ചറിലും അവിടെ ആപ്ലിക്കേഷനിലൊക്കെ ഈ ഹസാർഡസ് പ്രോഡക്റ്റ് ഉണ്ടാകാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾ, ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, it applies across the life cycle of a chemical product including its design, manufacture, use and ultimate disposal. എല്ലാ സ്റ്റേജിലും വരുന്നുണ്ട്. ഒരു കെമിക്കൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അതിനെ മാനുഫാക്ചർ ചെയ്യുന്നു, പിന്നെ അതിന്റെ യൂസ്, പിന്നെ അതിനെ അവസാനം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഈ ഗ്രീൻ കെമിസ്ട്രിയിലെ 12 പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നുണ്ട്. ഗ്രീൻ കെമിസ്ട്രി ഈസ് ഓൾസോ നോൺ ആസ് ക്ലീൻ കെമിസ്ട്രി എന്നോ അല്ലെങ്കിൽ ബിനൈൻ ആൻഡ് സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്നോ ഒക്കെ നമ്മൾക്ക് ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പേര് കൊടുക്കാറുണ്ട്. ഇനി ഇൻട്രൊഡക്ഷൻ ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ്. 12 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. 1998 പോൾ ഡി അനാസ്റ്റസും ജോൺ വെർണറുമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമ്മുടെ ഒരു ഗൈഡിംഗ് ഫ്രെയിംവർക്ക് ആണ്. അതായത് പുതിയ കെമിക്കൽ പ്രോഡക്ട്സിന്റെയും പ്രോസസ്സിന്റെയും ഒക്കെ ഒരു ഗൈഡിംഗ് ഫ്രെയിംവർക്ക് ആണ് നമ്മളുടെ ഈ 12 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ 12 പ്രിൻസിപ്പിൾ ഒന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞത് പ്രിവെൻഷൻ ആണ്. അതായത് ഇറ്റ് ഈസ് ബെറ്റർ ഇതുപോലെ തന്നെ 12 പ്രിൻസിപ്പിൾസ് ഇതുപോലെ തന്നെ പഠിക്കാം. ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് 12 പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി. നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക. ഓക്കെ, സോ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിവെൻഷൻ. എന്തിനെ പ്രിവെന്റ് ചെയ്യുക? നമ്മളുടെ വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെന്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോംഡ്. ഒരു വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനെ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് എപ്പോഴും ആ വേസ്റ്റ് ഉണ്ടാവാതെ നോക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രിവെൻഷൻ. രണ്ടാമത്തെ ആറ്റം ഇക്കോണമി. ആറ്റം ഇക്കോണമി എന്ന് പറയുന്നത്? നമ്മൾ ഒരു റിയാക്റ്റൻസ് എടുത്തു, പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നു. പലപ്പോഴും നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റിനോടൊപ്പം തന്നെ എന്തുണ്ടാകുന്നുണ്ട്? ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ റിയാക്റ്റൻസിലെടുത്ത എല്ലാ ആറ്റംസും നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? അവിടെ ഇല്ല, കുറച്ച് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറിപ്പോയി അല്ലേ? അപ്പം നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസിൽ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ അവിടെ ആറ്റം എക്കോണമി കൂടുതലാണ് അല്ലേ? അതായത് അവിടെ കൂടുതൽ ആറ്റംസും എന്തിനു വേണ്ടി തന്നെ യൂസ് ചെയ്തു? നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ എപ്പോഴും സിന്തറ്റിക് മെത്തേഡ്സ് എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്? മാക്സിമൈസ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ഓൾ ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദി പ്രോസസ് ടു ദി ഫൈനൽ പ്രോഡക്റ്റ്. അതായത് ഫൈനൽ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എല്ലാ റിയാക്റ്റൻസും എല്ലാ ആറ്റംസും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനിങ് മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യണം. ഓക്കെ,
മൂന്നാമത്തേതാണ് ലെസ് ഹസാർഡസ് കെമിക്കൽ സിന്തസിസ്. അതായത് എപ്പോഴൊക്കെ പ്രാക്ടിക്കൽ ആവുന്നുണ്ടോ അപ്പം സിന്തറ്റിക് മെത്തഡോളജി എങ്ങനെയാവണം ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ ലെസ് അല്ലെങ്കിൽ ടോക്സിസിറ്റി കുറവുള്ള, നോ ടോക്സിസിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ഇഫക്റ്റ് കുറവുള്ള മെത്തഡോളജീസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നാലാമത്തത് എന്താണ്, ഡിസൈനിങ് സേഫർ കെമിക്കൽസ്. അതായത് കെമിക്കൽ പ്രോഡക്ട്സ് ഷുഡ് ബി ഡിസൈൻ ടു പ്രിസർവ് എഫിക്കസി ഓഫ് ദി ഫംഗ്ഷൻ വൈൽ റെഡ്യൂസിങ് ടോക്സിസിറ്റി. ടോക്സിസിറ്റി കുറവുള്ള, എഫിഷ്യൻസി കൂടുതലുള്ള കെമിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ആണ് സേഫർ സോൾവെന്റ്സ് ആൻഡ് ഓക്സിലറീസ്. നമുക്കറിയാം നമുക്ക് സോൾവെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഓക്സിലറീസ് കാറ്റലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താണ് സേഫർ കെമിക്കൽസ് ആവണം അല്ലെങ്കിൽ സേഫർ ഓക്സിലറീസ് ആവണം. ഓക്കെ. ദി യൂസ് ഓഫ് ഓക്സിലറി സബ്സ്റ്റൻസ് സച്ച് ആസ് സോൾവെന്റ്സ്, സെപ്പറേറ്റിംഗ് ഏജന്റ്സ് ഒക്കെ എന്താവണം, ഷുഡ് ബി എന്താണ് മെയ്ഡ് അൺനെസസറി വെനെവർ പോസിബിൾ ആൻഡ് ഇൻഅക്കേഴ്സ് വെൻ യൂസ്ഡ്. അപ്പം നോർത്ത് നോക്കേ, നമുക്ക് കഴിയുമെങ്കിൽ അവരുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെന്താണ് ആറാമത്തെ പറഞ്ഞത് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസിയാണ്. അതായത് എനർജി റിക്വയർമെന്റ്സ് ഓഫ് കെമിക്കൽ പ്രോസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഫോർ ദർ എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പാക്ട്സ് ആണ്. അതായത് നമുക്ക് എന്താണ്, നിങ്ങൾ നോക്കുക ഒരു സിന്തസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എനർജി ആവശ്യമായി, ഭയങ്കര ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഒക്കെ ആണെങ്കിൽ അവിടെ എനർജി എഫിഷ്യൻസി ഇല്ല. അതേസമയം നമ്മുടെ റൂം ടെമ്പറേച്ചർ റിയാക്ഷൻസ് ആകുമ്പോഴോ അത് നമ്മൾ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിലും ഒക്കെ ആണെങ്കിൽ അത് മോർ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. പിന്നെ എന്താണ് യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്. റിന്യൂവബിൾ നമുക്കറിയാം നമ്മുടെ എന്താണ് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഡിപ്ലീറ്റിംഗ് ആണ് അല്ലേ, അത് മാറ്റിയിട്ട് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടുള്ള സിന്തസിസ് മെത്തേഡ് നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ റെഡ്യൂസ് ഡെറിവേറ്റീവ്സ് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡെറിവേറ്റൈസേഷൻ, അതായത് ബ്ലോക്കിംഗ് ഗ്രൂപ്പ്സോ പ്രൊട്ടക്ഷനോ ഡീപ്രൊട്ടക്ഷനോ ഒന്നും യൂസ് ചെയ്യാതെ അതിനെയൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിന്തസിസ് മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ എന്താണ് കാറ്റലിസ്റ്റ്. അതായത് കാറ്റലിറ്റിക് റിയേജൻസ് ആർ സുപ്പീരിയർ ടു സ്റ്റോഷിയോമെട്രിക് റിയേജൻസ്. നമ്മൾ സ്റ്റോഷിയോമെട്രിക് റിയേജൻസ് യൂസ് ചെയ്യാതെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് ആ റിയാക്ഷൻ കഴിയുമ്പോൾ വീണ്ടും അതിനെ റീയൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ എന്താണ് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുക. അതായത് കെമിക്കൽ പ്രോഡക്ട്സ് ഷുഡ് ബി ഡിസൈൻ സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദെയർ ഫംഗ്ഷൻ ദേ ബ്രേക്ക് ഡൗൺ ഇൻ ടു ഇനോക്കസ് ഡീഗ്രഡേഷൻ പ്രോഡക്ട്സ് ആൻഡ് ഡു നോട്ട് പെർസിസ്റ്റ് ഇൻ ദി എൻവയോൺമെന്റ്. ബയോഡീഗ്രഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതായത് അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താണ് നമുക്ക് ഹസാർഡസ് അല്ലാത്ത പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് സിന്തസൈസ് ചെയ്യുക. അടുത്തത് എന്താണ് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകുന്ന ആ പൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് ആ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതായത് ഹസാർഡസ് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, അതിനെ മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. 12ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇൻഹെറന്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡന്റ് പ്രിവെൻഷൻ. അതായത് എന്താണ് ആക്സിഡന്റ് പ്രിവെൻഷൻ, നമുക്ക് മിനിമൈസ് ദി പൊട്ടൻഷ്യൽ ഫോർ കെമിക്കൽ ആക്സിഡന്റ്സ് ഉണ്ടാകാതെ, ഇൻക്ലൂഡിംഗ് റിലീസോ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻസോ ഫയേഴ്സോ ഒന്നും ഉണ്ടാകാതെയുള്ള കെമിക്കൽ സിന്തസൈസ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്ത നമ്മൾ ഇടയ്ക്ക് രണ്ടാമത് പഠിച്ച ഒരു ടേമാണ് എന്ത്, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ വന്നതാണ് ആറ്റം എക്കോണമി. അപ്പോൾ നിങ്ങളോട് ചിലപ്പം എക്സാമിന് ചോദിക്കാം, ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോഴുള്ള ആറ്റം എക്കോണമി എത്രയാണെന്ന് ചോദിക്കാം. സോ ആറ്റം എക്കോണമി ഓർ ആറ്റം എഫിഷ്യൻസി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബെറി ട്രോസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് റെഫേഴ്സ് ടു ദി കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസിംഗ് ദി യൂസ് ഓഫ് റോ മെറ്റീരിയൽ സോ ദാറ്റ് ദി ഫൈനൽ പ്രോഡക്ട്സ് കണ്ടെയ്ൻ ദി മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് ഫ്രം ദി റിയാക്ടൻസ്. നമ്മുടെ റിയാക്ടൻസിലെ മാക്സിമം ആറ്റം എവിടെ ഉണ്ടാകും, പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആറ്റം എക്കോണമിക് ആയിട്ടുള്ള സിന്തസിസ് എന്ന് പറയുന്നത്. സോ ആറ്റം എക്കോണമി ഈസ് ദി കൺവേർഷൻ എഫിഷ്യൻസി of a chemical process in terms of all atoms involved in this synthesis and desired products formed. Okay, it is generally expressed as a percentage ആണ്. So atom economic ആണുള്ള ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഏതൊരു റിയാക്ഷൻ തന്നാലും ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. So atom economy is equal to mass of desired product ഏതാണോ അതിന്റെ മാസ് കാണുക divided by total mass of reactants into 100. ഓക്കെ. നമ്മുടെ ഈ റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് വേണ്ട എന്താണ്, ഡിസൈഡ് പ്രോഡക്റ്റ് H2O ആണെങ്കിൽ എങ്ങനെ വരും, ആറ്റം എക്കോണമി എന്ന് പറയുന്നത് എന്തായിരിക്കും, വാട്ടറിന്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ്. അതായത് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് നമ്മൾ CH4ന്റെ മാസും 2O2ന്റെ മാസും വരും. ഓക്കെ. സോ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 കൊടുക്കണം. ആൻഡ് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 80 വരും. ടോട്ടൽ മാസ് ഓഫ് ഡിസൈഡ് പ്രോഡക്റ്റ് 18 × 2 ഉണ്ട്, 2 H2O മോളിക്യൂൾസ്. സോ 18 × 2 36 വരും.
അപ്പോൾ എത്ര വരും? ആറ്റം എക്കോണമി ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 45% ആണ് ഇവിടുത്തെ ആറ്റം എക്കോണമി. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് പല ടൈപ്പ് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട് അല്ലേ? അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ഉണ്ട്, എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. സോ ഇവിടെ ഓർത്തിരിക്കുക, അഡീഷൻ റിയാക്ഷനും റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിൽ എന്താണ്, പുതിയ റിയേജന്റിനെ ഒന്നും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അഡീഷൻ ആകുമ്പോൾ നമുക്കറിയാം ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രജൻ കൊടുക്കണമെങ്കിൽ ഹൈഡ്രജൻ മൊത്തം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് തന്നെ ആഡ് ചെയ്യുന്നു. അതായത് റിയാക്ടൻസ് ഫുള്ളും എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട് ഇൻ ദി കേസ് ഓഫ് അഡീഷൻ റിയാക്ഷൻ. സോ എന്താണ്? 100% എഫിഷ്യൻസിയാണ് അല്ലേ? എല്ലാ റിയാക്ടൻസും എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? അത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. സോ അഡീഷൻ റിയാക്ഷൻ, റീഅറേഞ്ച്മെന്റും അതുപോലെ തന്നെ എന്താണ്? അവിടെ എന്താണ്? റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ് നടക്കുന്നത്. പ്രോഡക്റ്റ് എന്താണ്? എല്ലാ റിയേജന്റ് മോളിക്യൂൾസ് എന്തായിട്ട് വരുന്നു? പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. സോ നമുക്ക് പറയാം അഡീഷൻ റിയാക്ഷനും റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് എന്താണ്? മോർ ആറ്റം എക്കണോമിക് ആണ്. അതേസമയം എലിമിനേഷൻ ആകുമ്പോഴോ ഇപ്പൊ നമുക്ക് എന്താണ്? CHCl2 ഇങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ CH3 CH2 Cl2 ആണെന്ന് Cl ആണെന്നിരിക്കട്ടെ, ഇവിടുന്ന് ഒരു HCl എലിമിനേറ്റ് ആയി പോയി കഴിയുമ്പോൾ എന്തായി മാറി? CH2 ഡബിൾ ബോണ്ട് CH2 ആയി മാറി. പ്ലസ് എന്താണ്? HCl വരും. അപ്പം നോക്കി നമ്മുടെ റിയാക്ടൻസിൽ നിന്നുള്ള പ്രോഡക്റ്റ് എന്താണ്? ആറ്റംസ് കുറഞ്ഞില്ലേ? അപ്പം എലിമിനേഷൻ റിയാക്ഷൻ ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണെങ്കിലും എന്താണ്? അൺഎക്കണോമിക് ആണ്. എന്താണ്? അവിടെ എഫിഷ്യൻസി അവിടെ കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ ആറ്റം എക്കോണമി ഇതാണ്. ഏതൊരു റിയാക്ഷൻ തന്നാലും നിങ്ങൾ നോക്കി, ഇപ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണെങ്കിലും എന്താണ്? റീഅറേഞ്ച്മെന്റ് ആണെങ്കിലും 100% മോർ എഫിഷ്യന്റ് ആയിരിക്കും. അതേസമയം എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ആണെങ്കിൽ അത് എന്താണ്? ലെസ് ആറ്റം എക്കോണമിക് ആണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീൻ സോൾവെന്റ്സ് ആണ്. ഗ്രീൻ സോൾവെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഹസാഡസ് അല്ലാത്ത സോൾവെന്റ്സ് ആണ് എന്ത്? ഗ്രീൻ സോൾവെന്റ്സ് എന്ന് പറയുന്നത്. ഗ്രീൻ സോൾവെന്റ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കൺവെൻഷണൽ സോൾവെന്റ്സ്. അതായത് നമ്മുടെ ഹസാഡസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ്? ബെൻസീനും അല്ലെങ്കിൽ എന്താണ് ഈ അസറ്റോൺ ഒന്നും യൂസ് ചെയ്യാതെ കുറച്ചുകൂടി എന്താണ്? ഗ്രീൻ സോൾവെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് പറഞ്ഞാൽ വാട്ടർ, അയണിക് ലിക്വിഡ്സ്, സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ്, ബയോ സോൾവെന്റ്സ്, ഓർഗാനിക് കാർബണേറ്റ്സ്, പിന്നെ എന്താണ്? ഡീപ് യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഗ്രീൻ സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എക്സാമിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഗ്രീൻ സോൾവെന്റ് എന്ന് ചോദിക്കാം. Okay, so a green solvent is defined as a solvent that makes a reaction possible with the least environmental impact. വളരെ കുറച്ച് പൊല്യൂഷൻ, എന്താണ്? ലീസ്റ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള സോൾവെന്റ് യൂസ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്നു. ഇനി കുറച്ച് ഗ്രീൻ സോൾവെന്റ്സ് നോക്കാം. ഒന്നാമത്തേതാണ് വാട്ടർ. വാട്ടർ നമ്മുടെ യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ഇതൊരു ബെസ്റ്റ് സേഫർ സോൾവെന്റ് ആണ്. ഇതിന്റെ എന്താണ്? നമുക്ക് ഓൾട്ടർനേറ്റീവ്, നമുക്ക് ഓർഗാനിക് എന്താണ്? വോളറ്റൈൽ ഓർഗാനിക് സോൾവെന്റ്സിന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. ഹൈ സോൾവെന്റ് റേഞ്ച് ആണുള്ളത്. പിന്നെന്താണ്? നമുക്കറിയാം ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് ആണ്. ലോ വിസ്കോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സൊല്യൂട്ട് മൂവ്മെന്റ് ഇൻ വാട്ടർ ഒക്കെ പോസിബിൾ ആയിട്ട് വരുന്നു. ഹൈ സർഫസ് ടെൻഷൻ എന്താണ്? വെറ്റിങ്ങിന് കാരണമാകുന്നുണ്ട്. ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് സോൾവേഷന് സഹായിക്കുന്നു. പിന്നെന്താണ്? ഇതെല്ലാം എന്താണ്? നല്ലൊരു സോൾവെന്റ് ആണ് വാട്ടർ എന്നുള്ളതിനുള്ള പ്രൂഫാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് SSCF അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ആസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് എബവ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് എബവ് ഇറ്റ്സ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനും ക്രിട്ടിക്കൽ പ്രഷറിനും എബവ് ആയിട്ടുള്ള സമയത്തുള്ള എന്താണ്? സബ്സ്റ്റൻസിനെ പറഞ്ഞ പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ്. ഇതും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു സേഫർ കെമിക്കലായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, HCl ഉണ്ട്, NH3, SF6, CH3OH, ഇതൊക്കെ എന്താണ്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നാമത്തെ നോൺ ഇക്കോ ടോക്സിസിറ്റി ആണ്. ടോക്സിസിറ്റി ഇല്ല. പിന്നെ ഹൈ ഡിഫ്യൂഷൻ റേറ്റ് ആണ്. ലോ വിസ്കോസിറ്റി ആണ്. ഇംപ്രൂവ്ഡ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡ്യൂ ടു ഹൈ ഡിഫ്യൂഷൻ റേറ്റ് ആൻഡ് ലോ വിസ്കോസിറ്റി. ഓക്കെ, ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? മറ്റ് അഡ്വാൻറ്റേജസ് ആണ് അലോസ് കൺട്രോൾ ഇൻ ദർ സോൾവെന്റ് പ്രോപ്പർട്ടീസ് ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റേഞ്ച് വെച്ചിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വേരി ചെയ്യിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ദേ ക്യാൻ ബി റീസൈക്കിൾ. നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ സോൾവെന്റ്സ് യൂസ് ചെയ്യാം. റിയാക്ഷൻ റേറ്റ് കൂടുന്നു. പിന്നെ ഹൈ മിസിബിലിറ്റി വിത്ത് ഗ്യാസസുമായിട്ട് ഹൈ മിസിബിലിറ്റി ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് പറയുകയാണ്. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 31.1 ഡിഗ്രിക്ക് എബോവും
അതുപോലെ തന്നെ 73.8 ബാറിലുമാണെങ്കിൽ നമുക്ക് അതിനുശേഷമുള്ളവരെ എന്തെന്ന് പറയാം? സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? നമുക്ക് ഇതിന്റെ ഫീച്ചർ വേരിയബിൾ ഡെൻസിറ്റി ഉണ്ട്, ലോ വിസ്കോസിറ്റി ആണ്, ഹൈ ഡിഫ്യൂസിബിലിറ്റി ഉണ്ട്. മാനിപ്പുലേഷൻ ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് ലീഡ് ടു ന്യൂമറസ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഗ്രീൻ സോൾവെന്റ് ഇൻ ഡൈവേഴ്സ് ഏരിയ. ആൻഡ് ഐഡിയൽ ഗ്രീൻ സോൾവെന്റ് ഇറ്റ് possesses several desired characters like എന്താണ്? നോൺ ഫ്ലേമബിൾ നേച്ചർ ആണ്, നോൺ ടോക്സിക് ആണ്, നോൺ ഇക്കോടോക്സിക് ആണ്, റിന്യൂവബിൾ ആണ്, ഈസ് ഓഫ് റിമൂവൽ ഫ്രം ദി റിയാക്ഷൻ മീഡിയം, നോൺ യൂട്രോഫിംഗ് ആണ്, പിന്നെന്താണ്? നോൺ ലീഡിംഗ് ടു സ്മോക്ക്, കെമിക്കലി സ്റ്റേബിൾ ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് സോൾവെന്റ് ആണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? സൂപ്പർ ക്രിട്ടിക്കൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഗ്രീൻ സോൾവെന്റ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിക്കാം. ബെനിഫിറ്റ്സ് എല്ലാം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണ്. എന്താണ്? ഒന്നാമത്തെ ആപ്ലിക്കേഷൻ കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് എന്താ? ഹൈഡ്രോഫോർമൈലേഷൻസിലും ആൽക്കൈലേഷൻസിലും ഓക്സിഡേഷൻസിലും ഹൈഡ്രജനേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ 2-3 എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെച്ചേക്കാം. ഹൈഡ്രജനേഷൻ ഓഫ് 1 ക്ലോറോ 4 നൈട്രോ ബെൻസീനിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. നൈട്രോ ഗ്രൂപ്പിനെ എന്താണ്? അമിനോ ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു ഇൻ പ്രസൻസ് ഓഫ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് 1 ഹെക്സീൻ ടു ഹെപ്റ്റാനിൽ ഉണ്ടാകുന്നു. കണ്ടോ? ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഓക്സിഡേഷൻ ഓഫ് ബെൻസൈൽ ആൽക്കഹോൾ ടു ബെൻസാൾഡിഹൈഡ് ഇൻ പ്രസൻസ് ഓഫ് എന്താണ്? SSCF നമുക്ക് നോക്കാം. ഇത് അടുത്ത ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? പിന്നെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ? എക്സ്ട്രാക്ഷൻ ഓഫ് സോളിഡ് നാച്ചുറൽ പ്രോഡക്ട്സിന്റെ എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. പോളിമർ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടർ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പൗഡർ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെറിലൈസേഷനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് അയോണിക് ലിക്വിഡ്സിന്റെ കേസ് ഓർക്കുക. അയോണിക് ലിക്വിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൗണ്ട്സ് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ് ഓഫ് അയോൺസ് വിത്ത് മെൽറ്റിംഗ് പോയിന്റ് ബിലോ 100°C ആയിരിക്കും. ദേ ആർ ഓർഗാനിക് സോൾസ് യൂഷ്വലി കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഓർഗാനിക് കാറ്റയോണും ഒരു ഇനോർഗാനിക് ആനയോണും ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾസ് നിങ്ങളോട് ചോദിക്കാം. ഏതാണ് നമ്മളുടെ ഫസ്റ്റ് അയൺ? എന്താണ്? അയോണിക് ലിക്വിഡ് ആണ് എന്ത് പറഞ്ഞത്? നമ്മുടെ ഈഥൈൽ അമോണിയം നൈട്രേറ്റ്. പിന്നെ എന്താണ്? പോൾ വാൾഡൻ ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. മറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഈഥൈൽ അമോണിയം നൈട്രേറ്റ് ഉണ്ട്, 1 ഈഥൈൽ 3 മീഥൈൽ ഇമിഡാസോളിയം ടെട്രാ ഫ്ലൂറോ ബോറേറ്റ് ഉണ്ട്. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഒക്കെ അറ്റ്ലീസ്റ്റ് സ്ട്രക്ചർ എങ്കിലും വരച്ചു വെക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി ഇവരുടെ മോസ്റ്റ് റിലവന്റ് പ്രോപ്പർട്ടി എന്താണ്? വെരി ലോ വേപ്പർ പ്രഷർ ആയിരിക്കും. പിന്നെ എന്താണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ട്യൂൺഡ് ബൈ ചേഞ്ചിങ് ദി കാറ്റയോൺ ആൻഡ് ആനയോൺ കോൺസ്റ്റിറ്റ്യൂന്റ്. കാറ്റയോണും ആനയോണും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് വേരി ചെയ്യാൻ കഴിയും. പിന്നെന്താണ്? ഇതിന് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവരെന്താണ്? വോൾട്ടൈൽ സോൾവെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഇവര്. ഓക്കെ, so ionic liquids are used in a wide variety of chemical processes like alkylation use ചെയ്യുന്നു, hydroformylation, palladium mediated CC bond formation reaction ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ionic liquids യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് സോളാർ എനർജി ഹാർവെസ്റ്റിംഗ് ഉണ്ട്. സോളാർ എനർജി ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? The solar energy is the cleanest and most abundant renewable energy ആണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് നോക്കുകയാണെങ്കിൽ അത് റിന്യൂവബിൾ അല്ല, എന്താണ്? നോൺ റിന്യൂവബിൾ ആണ്. പക്ഷേ സോളാർ എനർജി എന്താണ്? നമുക്ക് വളരെ റിന്യൂവബിൾ ആയിട്ടുള്ള അബണ്ടന്റ് ആയിട്ടുള്ള എനർജിയാണ്. ഇറ്റ് ഈസ് ദി റേഡിയന്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫ്രം ദി സൺ. It is the possible to utilize this energy effectively. It will be one of the most important supplies of energy, especially when other sources energies are depleted. മറ്റെല്ലാ സോഴ്സും ഡിപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എനർജിയാണ് എന്ത്? സോളാർ എനർജി. ഓക്കെ, സോളാർ എനർജി harvesting is the process of capturing and storing solar energy which is radiated from the sun. This energy is then converted into electrical energy by suitable methods. സോളാർ പാനൽസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ? Solar energy is free and rather available in many parts around the world. Solar energy is very high in magnitude when compared with the total energy requirements of the world. If the fossil fuel resources are consumed at the present rate, all the fossil fuels will exhaust. This will create an unprecedented energy crisis on the earth. Therefore, solar energy harvesting is very significant. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താണ് ഇതിന്റെ എല്ലാം ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്കിന്റെ എല്ലാം ജസ്റ്റ് നമുക്ക് ആ ഒരു ഹെഡിങ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ആ ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ അറിയാമെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ് അല്ലേ? സോളാർ എനർജി ഹാർവെസ്റ്റിംഗ് ആണെങ്കിലും അതിന്റെ എന്താണ് ആവശ്യകതയാണെങ്കിലും ഒക്കെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോളാർ സെൽസ് ആണെങ്കിലും സോളാർ തെർമൽ കളക്ടേഴ്സ് ആണെങ്കിലും സോളാർ പവർ സിസ്റ്റംസ് ഒക്കെ ഇപ്പം നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്.
നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നമുക്കറിയാം അല്ലേ, സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഫോട്ടോസിന്തസിസ് ആണ്. വളരെ കുഞ്ഞു ക്ലാസ്സുകളിലിട്ട് പഠിക്കുന്നതാണ് എന്ത് ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി എന്ത് ചെയ്യും, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്തായി മാറും, നമുക്ക് ഗ്ലൂക്കോസ് ആയിട്ട് മാറും അല്ലേ. നമുക്ക് പറയാം അതെന്തായിട്ട് മാറും, അത് കാർബോഹൈഡ്രേറ്റ്, അത് ഗ്ലൂക്കോസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഫോട്ടോസിന്തസിസ്. ഇവിടെ എന്താണ് ഓക്സിജൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയോക്സിജൻ ഇത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ക്ലോറോഫിൽസ്, നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയ ക്ലോറോഫിൽസും എന്താണ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ക്ലോറോഫിൽസ് ഒക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ എനർജി ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ 2 സെറ്റ്സ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. ഒന്ന് എന്താണ്, ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്. അതായത് ക്ലോറോഫിൽ എന്ത് ചെയ്യും, സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നു. ഈ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കോംപ്ലക്സ് റിയാക്ഷൻസ് നടക്കുന്നു. അതായത് ഓക്സിഡേഷൻ ഓഫ് വാട്ടർ ടു ഓക്സിജനും, അതുപോലെ എനർജി റിലീസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു സിന്തസൈസ് എനർജി റിച്ച് ATP മോളിക്യൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നതാണ് ലൈറ്റ് റിയാക്ഷൻസ്. പിന്നെ ഡാർക്ക് റിയാക്ഷൻസ് എന്താണ്, ഇവിടെ ഡു നോട്ട് സീക്ക് ലൈറ്റ് എനർജി വേണ്ടി വരുന്നില്ല. Here the energy produced by the hydrolysis of ATP is used to convert carbon dioxide to hydrogen, okay, into glucose. അപ്പോൾ എന്താണ് carbon dioxide and hydrogen obtained from water into glucose ആക്കുന്നത് എന്താണ്, ഈ ഡാർക്ക് റിയാക്ഷൻ വഴിയാണ്. അപ്പോൾ എന്താണ് ലൈറ്റ് റിയാക്ഷൻ, എന്താണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പഠിച്ചിരിക്കുക. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫോട്ടോസിന്തസിനെ അഫക്റ്റ് ചെയ്യുന്നത്? ലൈറ്റ് ഇന്റൻസിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് റേഡിയേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വാട്ടർ സപ്ലൈ, ക്ലോറോഫിൽ കോൺസെൻട്രേഷൻ, പൊല്യൂഷൻ, ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു, ഫോട്ടോസിന്തസിനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ഫോട്ടോസിന്തസിസ്, സോളാർ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. ഇവിടെ എന്താണ്, ഇറ്റ് കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ഇൻ ദി ഫോം ഓഫ് ഗ്ലൂക്കോസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ എനർജി ഇൻ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ദി ഫോം ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ബൈ സെല്ലുലാർ റെസ്പിറേഷൻ. പിന്നെ എന്താണ് ഫോട്ടോസിന്തസിസ്, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ ഉണ്ട്. നമുക്കറിയാം നമുക്ക് എന്താണ് റെസ്പിറേഷൻ വഴി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ചെയ്യുന്നത്, ഈ പ്ലാന്റ്സ് ആണ് അബ്സോർബ് ചെയ്ത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസിലാണെങ്കിലും ഫോട്ടോസിന്തസിന് വളരെ വലിയ എന്താണ് പങ്കാണുള്ളത്. ഫുഡ് ചെയിൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫുഡ് ചെയിൻസിന്റെ ഒക്കെ എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ എനർജി ആണെങ്കിലും മാറ്റർ ആണെങ്കിലും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നോക്കാം, ഫോട്ടോ വോൾട്ടായിക് സെൽ ആണ്. ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് വെച്ചാൽ എന്താണ്, എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ലൈറ്റ് ഓർ ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻറ്റു ഇലക്ട്രിസിറ്റി ത്രൂ എ പ്രോസസ് കോൾഡ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് വഴി നമ്മുടെ ലൈറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ആ ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയാം. ഫോട്ടോ വോൾട്ടായിക് സെൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി വെൻ ദേ അബ്സോർബ് ലൈറ്റ്. എന്ത് ചെയ്യും, സെമി കണ്ടക്ടേഴ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇതെന്തായി മാറും, ഇത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഫോട്ടോ മീൻസ് എന്ന് വെച്ചാൽ ലൈറ്റ് ആണ്, വോൾട്ടായിക് എന്ന് മീൻസ് എന്ന് വെച്ചാൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദി ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഈസിലി ഫോർ PN. നിങ്ങൾ എന്താണ് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ എവിടെയാ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. P ടൈപ്പ്, N ടൈപ്പ്, സെമി PNB, NPN എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാകും. സോ അതൊക്കെ പറയുന്നതാണ് ഇവിടെ. അതൊക്കെ എന്താണ് നമ്മുടെ ഫോട്ടോ വോൾട്ടായിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ എന്താണ് സിംഗിൾ സോളാർ സെൽ ഉണ്ട്. സോളാർ സെൽ എന്ന് വെച്ചാൽ എന്താണ്, സോളാർ സെൽ ഈസ് എ ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ് in which solar radiations are converted into electricity. Solar cells are commonly referred as photovoltaic solar cells എന്നാണ് അറിയപ്പെടുന്നത്. When the photons from the suns are absorbed on the active part of the PN junction of a semiconductor, electric field will be generated by the photovoltaic effect. Okay, so ഇതാണ് നമ്മുടെ സോളാർ സെല്ല്. സിംഗിൾ സോളാർ സെൽ എന്ന് വെച്ചാൽ എന്താണ്, സിംഗിൾ സോളാർ സെൽ കൺസിസ്റ്റ് ഓഫ് N type semiconductor layer sandwiched with P type layer. Okay, the most commonly known solar cell is configured as a large area PN junction made from silicon. Okay, just അവർക്ക് ഒന്ന് വായിച്ചേക്കാം. സോളാർ പാനൽ ഉണ്ട്. സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ അറേ എന്ന് പറയുന്നത് എന്താണ്, സോളാർ പാനൽ ഈസ് an assembly of single solar cells mounted in a framework for installation.
ദി സോളാർ പാനൽ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഇന്റർകണക്റ്റഡ് സോളാർ സെൽസ് അവിടെ ഉണ്ടാകും. ദീസ് ഇന്റർകണക്റ്റഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? 2 ഗ്ലാസ് പ്ലേറ്റ്സിന് ഇടയ്ക്കായിട്ട് എംബഡ് ചെയ്ത് വെക്കും. അതെന്താണ്? ക്ലൈമാറ്റിക് വേരിയേഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. സോ absorption area of panel is high, more power can be generated. Okay, these solar panels are generally placed in rooftopilum അതുപോലെ ഹാർവെസ്റ്റിംഗ് എന്താണ് മിക്ക നമുക്ക് വീടുകളുടെ ഒക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും? സോളാർ പാനൽസ് സെറ്റ് ചെയ്യും. ഓക്കെ, ദി ടൈപ്പ് ഓഫ് കൺവെൻഷണൽ സോളാർ സെൽസ് ഉണ്ട്. ഒന്നാമത്തെയാണ് എന്ത്? മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ഉണ്ട്, അതല്ലെങ്കിൽ പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ഉണ്ട്. ഓക്കെ, സോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്യുവർ സിലിക്കൺ. സിംഗിൾ സിലിക്കൺ കൊണ്ടാണെങ്കിൽ മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ഫോം ചെയ്യുന്നു. ഇതെന്താണ്? പ്യുവർ ആൻഡ് ഡിഫക്ട് ഫ്രീ ആയിരിക്കും. ദി എഫിഷ്യൻസി ഓഫ് ദി സെൽ വിൽ ബി ഹയർ ആയിരിക്കും. ഓക്കെ, 14 to 17% എഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ആകുമ്പോഴോ ഇതൊരു പോളിക്രിസ്റ്റലൈൻ സോളാർ സെല്ലാണ്. ലിക്വിഡ് സിലിക്കൺ ഈസ് യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ ആൻഡ് പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ വാസ് ഒബ്റ്റെയിൻഡ് ബൈ ഫോളോഡ് ബൈ സോൾഡിഫിക്കേഷൻ പ്രോസസ് വഴിയാണ് നടക്കുന്നത്. ഇവിടെ ഇതിന്റെ എഫിഷ്യൻസി എന്താണ്? നമ്മളുടെ മോണോക്രിസ്റ്റലിനെക്കാട്ടിൽ കുറവായിരിക്കും. 13 to 15% ഒക്കെ ആയിരിക്കും ഇതിന്റെ എഫിഷ്യൻസി പറയുക. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ആണ് അമോർഫസ് സിലിക്കൺ സെൽസ് ഉണ്ട്. ബാക്കി 2 ടൈപ്പിനേക്കാളും എന്താണ്? എഫിഷ്യൻസി കുറവുള്ളതാണ് എന്ത്? അമോർഫസ് സിലിക്കൺ സെൽസ്. ഇനി നാനോ സ്ട്രക്ചേർഡ് സോളാർ സെൽസ് ഉണ്ട്. അതായത് നമ്മുടെ കൺവെൻഷണൽ ഫോട്ടോവോൾട്ടൈക് സോളാർ സെൽസ് എന്താണ്? നമ്മുടെ സെവറൽ ഡ്രോബാക്സ് ഉണ്ട്. അതായത് ലോ എഫിഷ്യൻസി ആയിരിക്കും, ഹൈ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കും, സ്പെസിഫിക് വേവ് ലെങ്ത് അബ്സോർപ്ഷനെ കാണത്തുള്ളൂ. അങ്ങനെ കുറേ എന്തുണ്ട്? ഡ്രോബാക്സ് ഉണ്ട്. സോ നമ്മുടെ നാനോ മെറ്റീരിയൽസുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സോളാർ സെൽസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്പേസ് ഒക്കെ സേവ് ചെയ്യാനും വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കും. നാനോ വളരെ ചെറിയ നമുക്ക് എന്താണ് മറ്റേ വലിയ പാനൽ വേണമെങ്കിൽ ഇവിടെ ചെറിയ സൈസിലേക്ക് അതിനെ മാറ്റാൻ കഴിയും. ഓക്കെ, സോ ഡിഫറെന്റ് നാനോ മെറ്റീരിയൽസ് സച്ച് ആസ് നാനോ റോഡ്സും തിൻ ഫിലിംസും ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നാനോ സ്ട്രക്ചേർഡ് സോളാർ സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. Thin film solar cells are developed by depositing one or more layers of photovoltaic materials on a suitable substrate. Such thin film nanostructured cells are categorized based on the materials used. അപ്പോൾ നമുക്ക് ഇതിനെ പലതായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് ഇവരെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. The thin film nanostructured cells may be obtained from amorphous silicon നിന്നാകാം, അല്ലെങ്കിൽ കാഡ്മിയം ടെലൂറൈഡിൽ നിന്നാകാം, കോപ്പർ ഇൻഡിയം ഗാലിയം സെലീനിയിൽ നിന്നാകാം. അങ്ങനെ പല മെറ്റീരിയലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാനോ സ്ട്രക്ചേർഡ് സെൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. Dye-sensitized colloidal particles are also used to obtain nano-structured solar cells form ചെയ്യാൻ വേണ്ടി അതും dye-sensitized colloidal particlesഉം യൂസ് ചെയ്യുന്നു. The solar cells that utilizes dye-sensitized TiO2 titanium dioxide nanoparticle is a typical example. അപ്പോൾ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രി ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ ആണ്. അതായത് ഏതൊക്കെ ഫീൽഡ് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം എന്താണ്? chemical substances ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ഡ്രഗ്സ് ആർ കെമിക്കൽസ് വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് എ ബയോളജിക്കൽ റെസ്പോൺസ്. ഒരു ബയോളജിക്കൽ റെസ്പോൺസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ബയോളജിക്കൽ റെസ്പോൺസിനെ അനുസരിച്ച് എന്താണ്? when the biological response is therapeutic and useful ആകുമ്പോൾ നമുക്ക് ഈ ഡ്രഗ്സിനെ എന്തെന്ന് പറയാം? മെഡിസിൻസ് എന്ന് പറയാം. ഓക്കെ, സോ മെഡിസിൻസ് ആർ യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. നമുക്ക് എന്താണ്? ഡയഗ്നോസ് ചെയ്യാനും പ്രിവെൻഷന് വേണ്ടിയും ട്രീറ്റ്മെന്റിന് വേണ്ടിയും ഒക്കെ നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ദി യൂസ് ഓഫ് കെമിക്കൽസ് ഫോർ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കെമിക്കല് ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കീമോതെറാപ്പി എന്ന് പറയാം. ഓക്കെ, ഇനി കുറെ തെറാപ്യൂട്ടിക് ഇഫക്റ്റും അതിന്റെ ആ കാറ്റഗറീസ് ഓഫ് ഡ്രഗിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമത്തേതാണ് ആന്റിപൈററ്റിക്സ്. അതായത് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് എന്ത്? ആന്റിപൈററ്റിക്സ്. എക്സാമ്പിൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാം, ആസ്പിരിൻ അല്ലേ? ആസ്പിരിൻ എന്ന് വെച്ചാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അതല്ലെങ്കിൽ പാരസെറ്റാമോൾ, 4-അസറ്റാമിഡോഫീനോൾ ആണ് പാരസെറ്റാമോൾ. അല്ലെങ്കിൽ എന്താണ്? ഫിനാസിറ്റിൻ, അതായത് 4-ഇതോക്സി അസറ്റാമിഡ് ആണ് എന്ത്? ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആന്റിപൈററ്റിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ആന്റിപൈററ്റിക്സ്. അപ്പോൾ ഓർത്തിരിക്കുക ഏതാണ് ആന്റിപൈററ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് ആന്റിപൈററ്റിക്സ്.
സ്ട്രക്ചറും ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തേതാണ് അൻറ്റാസിഡ്സ്. അതായത് നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ ഓവറായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ HCl പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷനും പെയിനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഈ എക്സസ് ആസിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ആ pH നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ കഴിക്കും. ആ കഴിക്കുന്നത് എന്താണ്, ആൽക്കലി ആയിരിക്കും എപ്പോഴും, അല്ലേ? സോ ഈ ആൽക്കലൈൻ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്, അൻറ്റാസിഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, സോഡിയം ബൈകാർബണേറ്റ്, ഒമപ്രസോൾ, ഇതൊക്കെ എന്താണ് നമ്മളുടെ അൻറ്റാസിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനിയുണ്ട് ആന്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ ആന്റി അലർജിക് ഡ്രഗ്സ്. നമുക്ക് ചിലതിനോട്, ചില പൊടിയോട്, പൂമ്പൊടിയോട്, ചില ഭക്ഷണത്തോടൊക്കെ നമുക്ക് എന്തുണ്ടാകും, അലർജി ഉണ്ടാകും. സോ അത് ഹിസ്റ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ അലർജി ഉണ്ടാകുന്നത്. സോ ആന്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ ആന്റി അലർജിക് ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, യൂസ് ടു ട്രീറ്റ് അലർജി. എക്സാമ്പിൾസ് ആണ് ഡൈഫീനൈൽ ഹൈഡ്രമീൻ, പിന്നെ എന്താണ് ക്ലോറോഫിനൈറമീൻ, പിന്നെ എന്താണ് പ്രൊമിത്താസിൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ആന്റി ഹിസ്റ്റമിൻസിന് എക്സാമ്പിൾ ആണ്. അടുത്ത കാറ്റഗറിയാണ് അനാൾജസിക്സ്. അനാൾജസിക്സ് എന്ന് വെച്ചാൽ പെയിൻ കുറയ്ക്കാൻ, പെയിൻ കില്ലേഴ്സ് നമ്മൾ പറയില്ലേ, അതാണ് അനാൾജസിക്സ്. രണ്ട് ടൈപ്പ് അനാൾജസിക്സ് ഉണ്ട്. ഒന്ന് എന്താണ്, നർക്കോട്ടിക് ഉണ്ട്, അതുപോലെ നോൺ നർക്കോട്ടിക്കും, അഡിക്റ്റീവും നോൺ അഡിക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ നർക്കോട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്, അഡിക്റ്റീവ് ആണ്. സോ അതിന് എക്സാമ്പിൾ ആണ് മോർഫിൻ, ഡെറിവേറ്റീവ്സ് ഓഫ് മോർഫിൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നർക്കോട്ടിക് ടൈപ്പ് അനാൾജസിക്കിന് എക്സാമ്പിൾ ആണ്. പിന്നെ കോഡിൻ, ഹെറോയിൻ ഒക്കെ ഇട്ടിട്ടില്ലേ, അതൊക്കെ എന്താണ്, നർക്കോട്ടിക്, അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുന്നതാണ്. ഓക്കെ, രണ്ടാമത്തേതാണ് നോൺ നർക്കോട്ടിക്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആസ്പിരിൻ, പിന്നെ എന്താണ് നൊവാൾജിൻ, ഐബുപ്രൂഫൻ, നപ്രോക്സൻ, എന്താണ് ഡൈക്ലോഫെനാക് സോഡിയം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നോൺ നർക്കോട്ടിക് അനാൾജസിന്, പെയിൻ കില്ലറിന് എക്സാമ്പിൾ ആണ്. ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കുക. നർക്കോട്ടിക് അനാൾജസിക്കിന് എക്സാമ്പിൾ ഏത് എന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെന്താണ്, ആന്റിസെപ്റ്റിക്സ് ആണ്. ആന്റിസെപ്റ്റിക്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, യൂസ് ടു കിൽ ഓർ പ്രിവെന്റ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. എന്താണ്, ഇപ്പൊ നമുക്കൊരു മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആന്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ നോട്ട് ഹാർംഫുൾ ടു ലിവിങ് ടിഷ്യൂസിന് എന്തല്ല, ഹാർംഫുൾ അല്ല. എക്സാമ്പിൾ എന്താണ്, ഡെറ്റോള്, പിന്നെന്താണ് നമുക്ക് ടിഞ്ചർ ഐഡിൻ, ഇതൊക്കെ എന്താണ് ഐഡോഫോം, സലോള്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ആന്റിസെപ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. പിന്നെയുണ്ട് ഡിസിൻഫെക്റ്റൻസ്. അതും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ലിവിങ് ടിഷ്യൂവിന് ഹാർംഫുൾ ആണ്. എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ഹാർപ്പിക് എടുക്കുന്നു. ഹാർപ്പിക് ഒക്കെ ഡിസിൻഫെക്റ്റന്റ് ആണ്, പക്ഷെ നമുക്ക് നമ്മുടെ ദേഹത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. അതുപോലെ തന്നെ എന്താണ്, ഫീനോൾ, സൾഫർ ഡയോക്സൈഡ് ഒക്കെ എന്താണ്, ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്, സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയയും ഫംഗി, മോൾഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. ഇത് എന്ത് ചെയ്യും, വിച്ച് പ്രിവെന്റ് ദി ഗ്രോത്ത് ഓർ ഈവൻ ഡിസ്ട്രോയ് അതർ മൈക്രോ ഓർഗാനിസംസ്. മറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ്, അവരെ നശിപ്പിക്കാനോ വേണ്ടി ഒരു മൈക്രോ ഓർഗാനിസം തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത സബ്സ്റ്റൻസ് ആണ് എന്ത്, ആന്റിബയോട്ടിക്സ് എന്ന് പറയാം. ദി ഫസ്റ്റ് ആന്റിബയോട്ടിക്കിന്റെ പേര് ചോദിക്കാം, എന്താണ്, പെൻസിലിൻ ആണ്. ആരാണ് ഡിസ്കവർ ചെയ്തത്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, എവിടുന്ന് ഡിസ്കവർ ചെയ്തു, പെൻസിലിയം നൊട്ടേറ്റം എന്ന മൗഡിൽ നിന്നാണ് പെൻസിലിൻ നമുക്ക് കണ്ടെത്തിയത്. ആന്റിബയോട്ടിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഉണ്ട്, രണ്ടാമത്തത് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ഉണ്ട്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ദി ആർ ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് സെവറൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർംഫുൾ മൈക്രോ, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് മൈക്രോ ഓർഗാനിസത്തിന് എതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ അതെന്താണ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്, ടെട്രാസൈക്ലിൻ, ക്ലോറാഫെനിക്കോൾ, വാൻഗോമൈസിൻ, ഒഫ്ലാക്സോസിൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തേതാണ് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്. ഇതെന്താണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ പെൻസിലിൻ ഒരു നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. അടുത്ത കാറ്റഗറിയാണ് സൾഫാർ ഡ്രഗ്സ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, ദേ ആക്ട് അഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് ജസ്റ്റ് ആസ് ലൈക്ക് എന്താണ്, ആന്റിബയോട്ടിക്സ്. എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ഒരു സൾഫാർ ഗ്രൂപ്പ് ഉണ്ടാകും. ഓക്കെ, സോ സൾഫാനിലൈഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് സൾഫാർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് സൾഫാനിലമൈഡ്, സൾഫാ ഡയസിൻ ആൻഡ് സൾഫാ ഗ്വാനിഡിൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സൾഫാർ ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത കാറ്റഗറിയാണ് ട്രാങ്കുലേഴ്സേഴ്സ്. എന്തിനു വേണ്ടി, ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രെസ്സിന് വേണ്ടി അല്ലെങ്കിൽ മൈൽഡ് ആൻഡ് സിവിയർ മെന്റൽ ഡിസീസിനൊക്കെ എതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാങ്കുലേഴ്സേഴ്സ്. ദേ ക്യാൻ റിലീവ് സ്ട്രെസ്, ഫാറ്റിക് ബൈ ഇൻഡ്യൂസിങ് എ സെൻസ് ഓഫ് വെൽബീയിങ്. നമുക്ക് എന്താ, ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ള മെന്റൽ ഡിസീസ് ഉള്ളവർക്കൊക്കെ നമുക്ക് എന്താ കൊടുക്കുന്നത്, ഈ ട്രാങ്കുലേഴ്സേഴ്സ് ആണ് കൊടുക്കുന്നത്.
എക്സാമ്പിൾസ് ഡെറിവേറ്റീവ് ഓഫ് ബാർബ്യൂട്ടറിക് ആസിഡ്, ബാർബ്യൂട്ടറേറ്റ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാങ്കുലേഴ്സിന് എക്സാമ്പിൾ ആണ്. വെറോനാൽ, അമിറ്റാൽ, ലൂമിനാൽ, എന്താണ് സെക്കനാൽ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ട്രാങ്കുലേഴ്സിന് എക്സാമ്പിൾ ആണ്. പത്താമത്തേതാണ് ആന്റിവൈറൽ ഡ്രഗ് എന്ന് പറയും. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റിവൈറൽ ഏജൻസ് ആർ ഡെറിവേറ്റീവ്സ് ഓഫ് പിരമിഡിൻ സച്ച് ആസ് AZT ആണ്. അസിഡോ 3-deoxy തൈമിഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. AZT ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് HIV-1 നമുക്ക് ഒരു എന്താണ് HIV-ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആന്റിവൈറൽ ഡ്രഗ് ആണ് AZT എന്ന് പറയുന്നത്. മറ്റ് ഡ്രഗ്സ് ആണ് എന്താ? അസിക്ലോവിർ, അതായത് നമുക്ക് ഹെർപ്സിനും അല്ലെങ്കിൽ സ്മോൾ പോക്സിനും ഒക്കെ എതിരായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താണ്? റെംഡിസിവിർ യൂസ് ചെയ്യുന്നു. COVID-19 നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റിവൈറൽ ഡ്രഗ് ആണ്. ഓക്കെ, ഇനി നോക്കാം റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഓക്കെ, പിന്നെ നമുക്ക് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മെഡിസിനൽ science which deals with the use of radiation from radioactive substance to provide information about the functioning of a person's specific organs or to treat disease. അപ്പോൾ എന്താണ് റേഡിയോ ന്യൂക്ലിയർ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഡിസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഓഫ് ആറ്റംസ് ഡിസ്പ്ലേയിങ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ആറ്റത്തിനെ പറയുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് എന്ന് പറയാം. ഹെൻസ് ദേ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദർ റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ക്യാൻ ബി യൂസ് ടു ട്രേസ് കോസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് പ്രോസസ്സസ്. അതായത് റേഡിയോ ഐസോട്ടോപ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത് നോക്കാം, നമുക്ക് ക്യാൻസർ സെല്ലിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടി, ആ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് റേഡിയോ ഐസോട്ടോപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റേഡിയോ ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദി റേഡിയോ ഐസോട്ടോപ്പ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് ദെൻ ലൊക്കേറ്റഡ് ഇൻ ദി ബോഡി യൂസിങ് എ സ്കാനർ ഓഫ് സം സോർട്ട്. The decay product can be located and the intensity is measured. The amount of isotope taken by the body can then give information as the extent of medical problems നമുക്ക് അതിനെക്കുറിച്ച് കിട്ടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും അതുപോലെ തന്നെ എന്താണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫിയും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കാം റേഡിയോ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എന്താണ്? SPE, CTയും പെറ്റും അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SPE, CT. അപ്പോൾ SPE, CT എന്താണെന്ന് ചോദിക്കാം. Okay, in SPE-CT, radioactive tracer which is capable of emitting gamma rays within the body is injected to the patient. Patientന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഗാമ എമിറ്റിംഗ് റേസ്, എന്താണ് ഗാമ റേസിനെ എമിറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസർ എന്ത് ചെയ്യുന്നു? ഇൻജെക്ട് ചെയ്യുന്നു. ദീസ് ട്രേസേഴ്സ് ആർ ജനറലി ഷോർട്ട് ലീവ്ഡ് ഐസോട്ടോപ്സ് ലിങ്ക്ഡ് ടു കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിരിക്കും. The isotopes typically used in SPE-CT to label tracers are ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെ ഐസോട്ടോപ്സ് ആണ്? അയഡിൻ 123 യൂസ് ചെയ്യാറുണ്ട്. ടെക്നീഷ്യൻ 99M യൂസ് ചെയ്യും എന്ന് വെച്ചാൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ സെനോൺ 133 യൂസ് ചെയ്യാറുണ്ട്. താലിയം 201 യൂസ് ചെയ്യും. ഫ്ലൂറിൻ 18 യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും എണ്ണത്തിന്റെ പേര് ഓർത്തിരിക്കുക. ഇത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. Radiation emitted from the body is then detected by a gamma camera as single photons. ഒരു സിംഗിൾ ഫോട്ടോൺസ് ആയിട്ട് ഇനി എന്ത് ചെയ്യുന്നു? ഗാമ ക്യാമറയെ ഡിറ്റക്ട് ചെയ്യുന്നു. The camera builds up an image from the points from which radiation is emitted. This image is enhanced by a computer and viewed on a monitor for indications of abnormal conditions ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആ ഇമേജ് പിന്നെ യൂസ് ചെയ്യുന്നു. Okay, so SPE-CT is the current major scanning technology to diagnose and monitor a wide range of medical conditions other than tumor. Tumor ഒഴികെയുള്ള മറ്റ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി. ഓക്കെ, ഇനിയുള്ളത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അല്ലെങ്കിൽ പെറ്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നോക്കുക, മോർ പ്രിസൈസ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കാണ്. ഒരു പോസിട്രോൺ എമിറ്റിംഗ് റേഡിയോ ന്യൂക്ലിയൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ എന്താണ് പേഷ്യന്റിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. സോ ഈ റേഡിയോ ന്യൂക്ലിയൈഡ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ഇൻ ദി ടാർഗറ്റ് ടിഷ്യൂവിൽ അക്കോമഡേറ്റ് ചെയ്യും ആൻഡ് ബിഗിൻസ് ടു ഡീകേ. As it decays, it emits a positron which combines with the nearby electron, resulting in the simultaneous emission of two identifiable gamma rays in opposite direction.
ഈ ഗാമ റേസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇന്നത്തെ ഓർത്തിരിക്കുക, പെറ്റ് ഇമേജിങ്ങിന്റെ ട്രേസറായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, ഫ്ലോറോ ഡിയോക്സി ഗ്ലൂക്കോസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് F18 ഐസോട്ടോപ്പ് ലേബൽ ചെയ്ത FDG ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ F18 ഐസോട്ടോപ്പിന് എന്താണ് ഹാഫ് ലൈഫ് 2 മണിക്കൂറിൽ താഴെയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞേക്കുന്നത്. Most important clinical role of PET is in oncology, since it has proven to be most accurate, non-invasive method of detecting and evaluating most cancers. നമുക്ക് evaluate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയാക് ആൻഡ് ബ്രെയിൻ ഇമേജിങ്ങിന് വേണ്ടിയും PET യൂസ് ചെയ്യുന്നു. പിന്നെ ഇനി റേഡിയോതെറാപ്പി ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. അവിടെ എന്താണ് റേഡിയോതെറാപ്പി എന്ന് വെച്ചാൽ നമുക്കറിയാം, ക്യാൻസർ ഗ്രോത്ത്സ് ആർ സെൻസിറ്റീവ് ടു ഡാമേജ് ബൈ റേഡിയേഷൻ. റേഡിയേഷൻ വഴി നമുക്ക് ക്യാൻസറസ് ഗ്രോത്തിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാമേജ് ആക്കാൻ പറ്റും. ഫോർ ദിസ് റീസൺ സം ക്യാൻസറസ് ഗ്രോത്ത് ക്യാൻ ബി കൺട്രോൾഡ് ഓർ എലിമിനേറ്റഡ് ബൈ ഇറേഡിയേറ്റിംഗ് ദി ഏരിയ കണ്ടെയ്നിങ് ദി ഗ്രോത്ത്. എന്ത് ചെയ്യും, നമ്മൾ എവിടെയാണോ ഗ്രോത്ത് ഉള്ളത് അവിടേക്ക് ഇറേഡിയേറ്റ് ചെയ്തിട്ട് ആ സെൽസിനെ നശിപ്പിക്കാൻ നോക്കും. Radiation therapy, also called radiotherapy, is a cancer treatment that uses high doses of radiation to kill cancer cells and shrink tumors. Tumorsനെ shrink ചെയ്യാനും cancer cellsനെ നശിപ്പിക്കാനും വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, radiotherapy നമുക്ക് യൂസ് ചെയ്യാം. There are two main types of radiotherapy ഉണ്ട്. ഒരെണ്ണം എന്താണ്, external beam radiation therapy ഉണ്ട്. ഇവിടെ എന്താണ്, radiation is produced by some radioactive materials placed in the machine. മെഷീനിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. മെഷീൻ എന്ത് ചെയ്യും, ഈ റേഡിയേഷൻസ് നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ഡെലിവർ ചെയ്യും. രണ്ടാമത്തേതാണ് ഇന്റേണൽ റേഡിയേഷൻ തെറാപ്പി. ഇവിടെ എന്താണ്, സോഴ്സ് ഓഫ് റേഡിയേഷൻ നമ്മുടെ ഇൻസൈഡ് ദ ബോഡിയിലായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. ആ എന്താണ് റേഡിയേഷൻ സോഴ്സ് ക്യാൻ ബി സോളിഡ് ഓർ ലിക്വിഡ് ആകാം. ഇന്റേണൽ റേഡിയേഷൻ തെറാപ്പി വിത്ത് സോളിഡ് സോഴ്സ് ഈസ് കോൾഡ് എന്താണ്, ബ്രാങ്കൈ തെറാപ്പി എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, പല ഐസോട്ടോപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിസ്മത് 1-213 യൂസ് ചെയ്യുന്നു. ഹാഫ് ലൈഫ് നോക്കാം, എവിടെയാണ് അതിന്റെ ടാർഗറ്റ് എന്നുള്ള കാര്യവും നോക്കാം. കൊബാൾട്ട് 16, അയഡിൻ 125, ഹോൾമിയം 166, അയഡിൻ 131, റീനിയം 186, ടെക്നീഷ്യൻ 99M, ഫ്ലൂറിൻ 18, കോപ്പർ 64 ഒക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയകളാണ്. ഓക്കെ, യൂസ് ഓഫ് കൊബാൾട്ട് 16 ഐസോട്ടോപ്പ് ഇൻ ക്യാൻസർ തെറാപ്പി. എന്താണ് കൊബാൾട്ട് 16 ഐസോട്ടോപ്പിന്റെ പ്രത്യേകത നോക്കാം. കൊബാൾട്ട് 60 എന്താണ്, ഒരു റേഡിയോ ഐസോട്ടോപ്പ് ഓഫ് കൊബാൾട്ട് ആണ്. ഹാഫ് ലൈഫ് പീരീഡ് ഏകദേശം 5.27 ഇയേഴ്സ് ആണ്. So gamma radiation emitted from this isotope is used for the damage of cancer cell വേണ്ടി യൂസ് ചെയ്യുന്നു. Cobalt 16 is widely used in external beam radiotherapy മെഷീൻസിലാണ് യൂസ് ചെയ്യുന്നത്. The radiation is focused to the tumor area by the machine and lead to killing of cancer cells. Cancer cellsനെ kill ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. Iodine 131 is commonly used to treat thyroid cancer വേണ്ടിയാണ് iodine 131 യൂസ് ചെയ്യുന്നത്. It is one of the successful kinds of cancer treatment ആണ് iodine 131 വഴിയുള്ളത്. Thyroid glands absorb iodine because of its radioactive. Iodine 131 can be used to treat എന്താണ് thyroid ക്യാൻസറിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർത്തിരിക്കാം, thyroid ക്യാൻസറിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന ഏതാണ്, iodine 131 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് MRI കുറിച്ചാണ് പഠിക്കാനുള്ളത്. MRIയുടെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. MRI എന്ന് വെച്ചാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. ഇത് നമ്മുടെ മോഡേൺ ക്ലിനിക്കൽ ഇമേജ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് MRI. ഇവിടെ നോക്കുക, MRI ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്, നമ്മുടെ മെഡിക്കൽ ഡയഗ്നോസിസിന് ക്യാൻസേഴ്സ് ആണെങ്കിലും കാർഡിയോ വാസ്കുലർ, ലിവർ, എന്താണ് ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. It helps to differentiate cancer cells ranging from breast cancer, prostate cancer to brain tumor നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെന്താണ്, MRI is also clinically useful to visualize disease associated with the central nervous system. നമുക്ക് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അൾഷിമേഴ്സ് ഡിസീസ് ഒക്കെ നമുക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് MRI യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെന്താണ്, with a functional MRI, blood flow in different regions of the brain can be studied and related to the mental activities of the patients. Okay. The special advantage of MRI എന്ന് വെച്ചാൽ എന്താണ്, it can image soft tissues where X-rays are largely used for the hard tissues or body structures. നമ്മൾ X-rays body tissuesഉം hard tissues ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ MRI soft tissuesന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. MRI is particularly valuable for imaging the brain and the spinal cord ഒക്കെ ഇമേജ് ചെയ്യാൻ പറ്റും.
Nearly all brain disorders lead to change in water content, and this change can lead to pathological variations. MRI can pick up these changes. Multiple sclerosis is a disease generated from the local inflammation of the brain and the spinal cord. So MRI scanning helps to detect the inflammation detect ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? MRI scanning സഹായിക്കുന്നു. MRI is based on the interaction between an applied magnetic field and the nucleus that possess എന്താണ് സ്പിൻ. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, നമ്മുടെ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസിന്റെ പോലെ തന്നെയാണ് NMR വെച്ചിട്ടാണ് നമ്മുടെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് MRI. അപ്പം നിങ്ങൾക്ക് അതിന്റെ എന്താണ് തിയറി ഒന്നും വലുതായിട്ട് പഠിക്കാനല്ല, എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ടേമാണ് ഡയാലിസിസ്. നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡയാലിസിസ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഡയാലിസിസ് ഈസ് ദി പ്രൊസീജിയർ യൂസ് ടു കറക്റ്റ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ആൻഡ് ടു റിമൂവ് വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ റീനൽ ഫെയിലിയർ. നമുക്കറിയാം ഈ കിഡ്നി ഫെയിലിയർ ആയവരെ എന്ത് ചെയ്യും? നമ്മൾ ഡയാലിസിസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. വെൻ എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്, the solute move across the membrane until they reach equilibrium. This is the theory by which dialysis is based. So two types of dialysis ഉണ്ട്. ഏതൊക്കെയാണ്? എന്താണ്? ഹീമോഡയാലിസിസും ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസും ഉണ്ട്. ഹീമോഡയാലിസിസ് എന്താണ്? ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ്. ദിസ് ഈസ് ദി പ്രോസസ് യൂസ് ഇൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. ഒരു ഡയലൈസർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേസ്റ്റും എക്സ്ട്രാ ഫ്ലൂയിഡ്സ്, നമ്മുടെ ബ്ലഡിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്യും. The blood is removed from the body and filtered through the artificial kidney വെച്ച് എന്ത് ചെയ്യുന്നു? അതിനെ ഫിൽറ്റർ ചെയ്യുന്നു. The filtered blood is then returned to the body with the help of dialysis machine വഴി നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നു. It is usually done 3 times in a week. Nearly 90% of all dialysis patients receive എന്താണ്? ഹീമോഡയാലിസിസ് ആണ്. പിന്നെയുണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അതെന്താണ്? ഇറ്റ് ഇൻവോൾവ് സർജറി ടു ഇംപ്ലാന്റ് എ പെരിറ്റോണിയൽ ഡയാലിസിസ് catheter into abdomen. Okay, the catheter helps filter the body through the peritoneum, a membrane in the abdomen. During treatment, a special fluid called dialysate flows into the peritoneum. The dialysate absorbs waste. Once the dialysate draws waste out of the bloodstream, it is drained from the abdomen. Only 10 to 15% patient മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാറുള്ളൂ. സോ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ഹീമോഡയാലിസിന് ഹൈപ്പർ ടെൻഷൻ വരുന്നു, മസിൽ ക്രാംസ് ഉണ്ടാകുന്നു, ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, സെപ്റ്റീമിയ ഉണ്ടാകുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഡിസിക്വിലിബ്രിയം സിൻഡ്രോം ഒക്കെ ഉണ്ടാകുന്നു. ഇനി എന്തൊക്കെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് സിംറ്റംസ് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്? ന്യൂമോണിയ വരാം, ലോ ബാക്ക് പെയിൻ വരാം, പ്രോട്ടീൻ ലോസ് ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, പിന്നെന്താണ്? പെരിറ്റോണിറ്റിസ് ഉണ്ടാകാം, ഹെർണിയ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. സോ ഇത്രയുമാണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് എക്സാം എഴുതുക. കൂടുതലും ഈ ചാപ്റ്ററിലെ കൂടുതൽ പോർഷൻസ് നമുക്ക് ജനറൽ നോളജ് വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അതൊക്കെ എഴുതുക. പിന്നെ എക്സാമ്പിൾസ് ഒക്കെ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.